ഒരിക്കൽ ശന്തനു മഹാരാജാവ് യമുനാ നദീതീരത്തുള്ള വനപ്രദേശത്തു നായാട്ടിനു പോയി. അപ്പോൾ അവിടെ മുഴുവൻ കസ്തൂരി ഗന്ധം പടർന്നിരുന്നു. കസ്തൂരി ഗന്ധം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. കസ്തൂരി ഗന്ധത്തിന്റെ ഉറവിടം അന്വേഷിച്ചു നടന്ന രാജാവ് യമുനാ തീരത്തെ കടത്തു വഞ്ചിക്കാരി സത്യവതിയെ കണ്ടുമുട്ടി. സത്യവതിയുടെ മേനിയിൽ നിന്നും പരന്ന കസ്തൂരി ഗന്ധത്തിലും അവളുടെ അസുലഭ സൗന്ദര്യത്തിലും ആകൃഷ്ടനായ രാജാവ് അവളെ തന്റെ ഭാര്യയാക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. സത്യവതി പറഞ്ഞു, ദേശമുഖ്യനായ എന്റെ അച്ഛനോട് സമ്മതം ചോദിക്കണം. ഉടൻ തന്നെ ശന്തനു ദേശമുഖ്യനെ കണ്ട് അനുവാദം ചോദിച്ചു. അപ്പോൾ മുക്കുവൻ പറഞ്ഞു, എന്റെ പുത്രിയിൽ അങ്ങേക്കുണ്ടാവുന്ന കുട്ടിക്ക് രാജ്യാവകാശം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എന്റെ പുത്രിയെ അങ്ങേക്ക് വിവാഹം ചെയ്തുതരാം. ഗംഗാദേവിയിൽ തനിക്ക് ജനിച്ച പുത്രൻ ദേവവ്രതന് യുവരാജാവായി അഭിഷേകം നടത്തിക്കഴിഞ്ഞതാണല്ലോ. ആ സ്ഥിതിക്ക് മുക്കുവന്റെ വ്യവസ്ഥ സ്വീകരിക്കുന്നതെങ്ങനെ? ധർമ്മസങ്കടത്തിലായ ശന്തനു മഹാരാജാവ് ദേശമുഖ്യന്റെ വാക്കുകൾക്ക് മറുപടിയൊന്നും നൽകാതെ ദുഃഖിതനായി കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തി. പിതാവിന്റെ മുഖത്ത് നിഴലിച്ച ദുഃഖത്തിനു കാരണം എന്താണ് എന്ന് ദേവവ്രതൻ ചോദിച്ചുവെങ്കിലും ശന്തനു മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവിടേക്ക് വന്ന മന്ത്രിമാർ പറഞ്ഞു, ഒരു മുക്കുവപ്പെണ്ണിൽ തോന്നിയ അഭിലാഷമാണ് ദുഃഖ കാരണമെന്ന്. പിതാവിന്റെ ദുഃഖത്തിന് അറുതി വരുത്തണമെന്ന് തീരുമാനിച്ച ഗംഗാദത്തൻ മന്ത്രിമാരെയും കൂട്ടി യമുനാ തീരത്തുള്ള ദേശമുഖ്യന്റെ വീട്ടിലേക്ക് പോയി. മുക്കുവന്റെ വീട്ടിലെത്തിയ ദേവവ്രതൻ പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നിങ്ങളുടെ പുത്രിയിൽ എന്റെ പിതാവിനുണ്ടാകുന്ന കുട്ടിക്ക് രാജ്യാവകാശം കൊടുക്കാം. എനിക്ക് രാജ്യം ഒന്നും വേണ്ട. ദേവവ്രതന്റെ വാക്കുകൾ കേട്ട മുക്കുവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹേ യുവരാജൻ, അങ്ങേക്ക് രാജ്യാവകാശം വേണ്ടെന്ന വസ്തുത ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഭാവിയിൽ അങ്ങ് വിവാഹം കഴിച്ചുണ്ടാവുന്ന സന്തതികളും എന്റെ പുത്രിയുടെ സന്തതികളും തമ്മിൽ രാജ്യാവകാശത്തിനു വേണ്ടി ഒരു വഴക്കുണ്ടായാൽ എന്റെ പുത്രിക്കുണ്ടാവുന്ന കുട്ടിക്കുതന്നെ രാജ്യാവകാശം ലഭിക്കുമെന്ന് എന്തുറപ്പാണുള്ളത്? ദേശമുഖ്യന്റെ ചോദ്യം കേട്ട ദേവവ്രതൻ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. എന്തു വില കൊടുത്തും അച്ഛന്റെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കണമെന്നുറച്ച ദേവവ്രതൻ മുക്കുവനോട് പറഞ്ഞു, ഹേ ദേശമുഖ്യ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ. നിങ്ങളുടെ ആശങ്ക തീർക്കുവാൻ ഞാനിതാ ഈ പ്രപഞ്ചം മുഴുവൻ സാക്ഷിയാക്കി ശപഥം ചെയ്യുന്നു. ഞാനൊരിക്കലും വിവാഹം കഴിക്കില്ല. ഈ നിമിഷം മുതൽ ഞാൻ നിത്യബ്രഹ്മചാരിയായി ജീവിക്കുന്നതാണ്. പിതാവിന്റെ ആഗ്രഹനിവൃത്തിക്ക് ഇത്തരത്തിലുള്ള ഭീഷ്മമായ ശപഥം ചെയ്യുകയാൽ ദേവവ്രതൻ അന്നുമുതൽ ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. സത്യവതിയുടെ കുഞ്ഞുങ്ങൾക്ക് രാജ്യാവകാശം ഉറച്ചുവെന്ന് മനസ്സിലാക്കിയ മുക്കുവൻ തന്റെ പുത്രിയെ ശന്തനു മഹാരാജാവിന് വിവാഹം ചെയ്തുകൊടുത്തു. തന്റെ ആഗ്രഹനിവൃത്തിക്കായി സർവസ്വവും ഉപേക്ഷിക്കുവാൻ തയ്യാറായ ഓമനപുത്രൻ ഭീഷ്മർക്ക് സ്വച്ഛന്ത മൃത്യു എന്ന വരം നൽകി. അതായത് ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം മരിക്കുന്നവനായി തീരട്ടെ എന്ന് ശന്തനു മഹാരാജാവ് അനുഗ്രഹിക്കുകയും ചെയ്തു.